അയൽരാജ്യമായ നേപ്പാളിലെ സംഭവവികാസങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഏകദേശം എല്ലാം കെട്ടടങ്ങി തുടങ്ങി. നമ്മൾ 2 വീഡിയോ ചെയ്തതാണ്. ഇതിപ്പോൾ നേപ്പാളിൽ നിന്നുള്ള ഒരു കാഴ്ച ടാറ്റയുടെ ഷോറൂമാണ്. അതിനകത്തോട്ട് ആളുകൾ കയറി കാണിക്കുന്ന അതിക്രമങ്ങൾ കണ്ടോ. ഒരാൾ കണ്ടോ ഒരു കല്ലെടുത്തിട്ട് വന്നിട്ട് ടാറ്റ EVയുടെ ഗ്ലാസ് ഇട്ട് എറിയാണ്. വേറൊരുത്തൻ വന്നിട്ട് സൈഡിൽ കൂടെ വന്നിട്ട് സൈഡ് ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിക്കാണ്. ഉള്ളിൽ കിടക്കുന്ന വണ്ടിക്കിട്ടെല്ലാം അടിക്കുന്നത് കേട്ടോ. അകത്ത് കയറി വാഹനങ്ങൾ മുഴുവൻ തന്നെ തല്ലി തകർക്കുന്നുണ്ട്. അതിനിടയിൽ ഒരുത്തൻ പോയി കുറേ കുപ്പിവെള്ളം എടുത്തുകൊണ്ട് ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഈ അക്രമം കാണിക്കുന്നവർക്ക് ആർക്കും അറിയില്ല ആ നാടിനോടുള്ള വിശ്വാസം. ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇനി പിന്മാറും. ധൈര്യപ്പെട്ട് എങ്ങനെയാണ് ആ നാട്ടിൽ കൊണ്ടു ഇൻവെസ്റ്റ് ചെയ്യുക? കാരണം നശിപ്പിക്കപ്പെട്ടവയിൽ ഭൂരിപക്ഷവും സ്വകാര്യ സംരംഭങ്ങളാണ്, സ്വകാര്യ ബിൽഡിങ്ങുകളാണ്. സർക്കാർ സംവിധാനങ്ങൾ തകർക്കപ്പെട്ട കൂടത്തിൽ കൂടുതൽ ഇതാ പോയത്. സ്വർണ്ണക്കടകളും സൂപ്പർ മാർക്കറ്റുകളും എന്ന് വേണ്ട എല്ലാം തന്നെ സ്വകാര്യ വ്യക്തികളുടെയാണ് കൊള്ളയടിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിച്ച് പുറത്തോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് കയ്യിൽ കിട്ടുന്ന എന്തോ അതൊക്കെ എടുത്ത ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുക. ഏറ്റവും സങ്കടകരം വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കൈ കിട്ടുന്ന എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അത് ബ്ലർ ചെയ്ത് ആ കുട്ടിയെ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അവന് കിട്ടിയത് സൈക്കിളാണ്, ഒരു മുച്ചക്ര സൈക്കിള്. അത് അവനെടുത്തു, അതുകൊണ്ട് അവൻ പോയി. ഈ കൊച്ചു പ്രായത്തിൽ പോലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലല്ലേ അവർ വളരുക. അപ്പോൾ ആ സമൂഹത്തിന് മൊത്തം ദോഷകരാവില്ലേ? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവിടുത്തെ ജനങ്ങൾ സൈകെട്ട് ചെയ്തല്ലെന്നൊക്കെയാണ് ചില ആളുകൾ കമൻറ്റിൽ ന്യായീകരിക്കുന്നത്. പക്ഷെ ഒന്ന് ഓർക്കണം, ഒരു നാട് മൊത്തം കത്തിച്ചിട്ട് സ്വന്തം വീട് കത്തിച്ചിട്ടല്ലല്ലോ പ്രതികരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുവരുന്നവരോട് കയ്യൂക്കുള്ളവർ പിടിച്ചു മേടിക്കുന്ന കാഴ്ചകളും കുറേ കണ്ടു. അതായത് കൊള്ള ചെയ്ത് വരുന്നവരോട് കൊള്ളയടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാലേ, നമുക്കിടയിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മളെ പ്രകോപിപ്പിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ ചാടി ഇറങ്ങുമ്പോൾ 10 വട്ടം ആലോചിക്കണം. ഈ വീഡിയോ കാണുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി. നമ്മളെ ഓരോരുത്തരുടെ ടൗണുകളിൽ, നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും ആ ടൗണുകളിലൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭീകരത. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളൊരു വ്യാപാരിയാണെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്വയമേ ചിന്തിക്കാവുന്നുള്ളൂ. ഏതായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം യുവാക്കൾ തന്നെ ഇറങ്ങി എല്ലാ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ നല്ല നല്ല വീഡിയോകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയ പല നേട്ടങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. ഇനി അതെല്ലാം തിരിച്ച് പഴയ രീതിയിലേക്ക് ആവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്നാലും ചെറുപ്പക്കാരായ ആളുകൾ തന്നെ ഇതിനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആറ്റം ബോംബ് ഇടുന്നിടം വരെ ലോകത്തിൽ ഏറ്റവും ക്രൂരതകളും അക്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ജപ്പാനികളാണെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബോംബിങ്ങിന് ശേഷമാണ് ആ രാജ്യം അതിഭയങ്കരമായ വളർച്ച നേടിയതും അവിടുത്തെ ജനങ്ങൾ മാറിയതും. അതുപോലെ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ അയൽരാജ്യമായ നേപ്പാളും